ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനും എതിരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയാണ്. KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനമാണ്. 1931 മെയ് ആണ്. 5-ാം സമ്മേളനമാണ്. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി JM ഗുപ്തയാണ്. സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് K. കേളപ്പൻ. സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. കമ്മിറ്റിയുടെ സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് K. കേളപ്പൻ. 1932 സെപ്റ്റംബർ 21. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ P. കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൽ റഹ്മാൻ എന്നിവരാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയാണ് ആര്യ പള്ളം എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല ഗുരുവായൂർ ക്ഷേത്രം. ഇപ്പോഴും അവിടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഫോളോ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രം അവിടെ പ്രവേശനം നടത്താൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.